കോഴിക്കോട് വെള്ളയിൽ ഗാന്ധി റോഡിന് സമീപമുള്ള കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റ് സമുച്ചയം തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. അടിത്തറയും തൂണുകളും ദുർബലമായ കെട്ടിടത്തിൽ 24 കുടുംബങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത്. കെട്ടിടത്തിന് ചുറ്റും വലിയ വിള്ളലുകളും ചോർച്ചയും രൂപപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയോ കാറ്റോ ഉണ്ടായാൽ അപകടം സംഭവിക്കുമെന്ന പേടിയിലാണ് താമസക്കാർ. കെട്ടിടം അടിയന്തരമായി പൊളിച്ചു പണിയണമെന്നാണ് ആവശ്യം. കോർപ്പറേഷന്റെ കീഴിലുള്ള 43 വർഷം പഴക്കമുള്ള ഫ്ളാറ്റ് നിലവിൽ അതീവ അപകടാവസ്ഥയിലാണ്. 24 കുടുംബങ്ങളിലെ 100ഓളം പേർ താമസിക്കുന്ന ഈ കെട്ടിടത്തിന്റെ സീലിംഗും മേൽക്കൂരയും ദിനംപ്രതി തകർന്നു വീഴുന്നു. കൂടാതെ മരത്തിന്റെ വേരുകൾ ശുചിമുറിയിലേക്ക് വരെ പടർന്ന നിലയിലാണ്. ഏതു നിമിഷം വേണമെങ്കിലും കെട്ടിടം തകർന്നു വീഴാവുന്ന സാഹചര്യമാണ്. തകർന്ന് വെക്കും. നമുക്ക് തന്നെ പേടിയാ. നേരം വെളുത്ത 5 നേരം വെളുക്കണം. പിന്നെ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് വരും, കാറ്റ് വരുമ്പോൾ, കാറ്റുണ്ടാകുമ്പോൾ. അപ്പം അങ്ങനെയെല്ലാം ഇവിടെ കഴിഞ്ഞു കൂടിയാണ്. ഇപ്പം വലിയ പകല ഇന്ന് വെയിലുണ്ട്, അപ്പം അത് സമാധാനമുണ്ട്. പെട്ടെന്ന് സമയത്ത് പോകുന്ന നിൽക്കല്ലേ, പെട്ടെന്ന് പൊളിഞ്ഞങ്ങനെ എന്താക്കൂ? എല്ലാ വീടും അങ്ങനെ തന്നെയാണ്. നിരന്തരമായി പരാതികൾ നൽകിയിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നിരാശയിലാണ് ഇവിടുത്തെ താമസക്കാർ. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇവിടെ താമസിക്കുന്ന മനുഷ്യരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കോർപ്പറേഷൻ അധികൃതർ അടിയന്തരമായി ഇടപെടുന്നില്ലെന്നാണ് പരാതി. പൊട്ടിപ്പൊളിയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3-4 കൊല്ലമായി. അതിൻ്റെ മുന്നേ നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് കോർപ്പറേഷനിൽ. നടന്നിപ്പോൾ 5-6-7 കൊല്ലത്തെ നടക്കുന്നത്. കയറലോ ഇറങ്ങലോ. തങ്ങൾക്ക് സ്വന്തമായി മറ്റു ഭൂമിയോ സ്വത്തോ ഇല്ലെന്ന വില്ലേജ് രേഖകൾ മുഴുവൻ കുടുംബങ്ങളും കോർപ്പറേഷന് കൈമാറിക്കഴിഞ്ഞു. ഇനി അധികൃതരിൽ നിന്ന് ലഭിക്കേണ്ട അവകാശ രേഖയ്ക്ക് വേണ്ടിയാണ് ഇവരുടെ കാത്തിരിപ്പ്. രേഖ കൈമാറിയാൽ നിലവിലെ അപകടാവസ്ഥയിലുള്ള ഫ്ളാറ്റ് ഒഴിയാൻ കുടുംബങ്ങൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നടപടി വൈകുന്നത് ഇവിടുത്തെ താമസക്കാരെ ആശങ്കപ്പെടുത്തുന്നു. പല തവണകളിലായി ഉദ്യോഗസ്ഥർ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തിയെങ്കിലും യാതൊരു തുടർ നടപടിയും ഉണ്ടായില്ല. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് താമസക്കാരുടെ ആവശ്യവും ശക്തമാകുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.